ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. പ്രിയപ്പെട്ടവനെ നഷ്ടമായതിൻ്റെ ദുഃഖത്തിലും ഞെട്ടലിലുമാണ് പൂനെയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച പൈലറ്റ് ഗിരീഷ് പിള്ളയുടെ കുടുംബം. കൊല്ലം കുണ്ടറ കുഴിമന്തിക്കാട് സ്വദേശിയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച മലയാളിയായ ഗിരീഷ് പിള്ള. നാളെ വ്യോമമാർഗം നാട്ടിലെത്തിക്കുന്ന മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. അപകട കാരണം അന്വേഷിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. പൂനെയ്ക്ക് സമീപം ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് മരിച്ച 3 പേരിൽ ഒരാൾ മലയാളിയാണ്. അതിൽ മലയാളിയായിട്ടുള്ള വ്യക്തി കൊല്ലം കുണ്ട്ര കുഴിമതിക്കാട് സ്വദേശിയായിട്ടുള്ള ഗിരീഷ് പി പിള്ള 30 വർഷമായി ഈ മേഖലയിൽ പൈലറ്റായി ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തിയാണ് അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. എല്ലാ വീട്ടിലെ കാര്യങ്ങളിലും നാട്ടിലെ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായി ചുറുചുറുക്കോടെ കൂടി നിന്നിരുന്ന ഒരു മനുഷ്യൻ്റെ വിയോഗ വാർത്തയാണ് ഇന്ന് രാവിലെ ഞെട്ടലോടുകൂടി കേട്ടത്. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ബന്ധു ആയിട്ടുള്ള സുരേഷ് ചേട്ടനുണ്ട്. ചേട്ടാ, ഇപ്പം എന്താ നമുക്കൊരു അറിവ് കിട്ടിയത് എന്താണ്? ഇന്ന് രാവിലെ 6:30 ഞങ്ങൾ ഈ വിവരം സ്ഥിരീകരിക്കുന്നത്. ഹെലികോപ്റ്ററിനകത്ത് മൊത്തം 3 പേരാണ് ഉണ്ടായിരുന്നത്. 3 പേരും മരണപ്പെട്ടു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഗിരീഷിനെ സംബന്ധിച്ചോളം ഗിരീഷ് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ പൈലറ്റ് ആകണമെന്ന് ആഗ്രഹിച്ച് നല്ല രീതിയിൽ ആ രീതിയിൽ വന്ന് പൈലറ്റായ ശരിക്കും അഡ്വഞ്ചറസ് ആയിട്ട് തന്നെ ഒരു ജോബ് എന്നുള്ള രീതിയിൽ അവൻ ഇഷ്ടപ്പെട്ട് പൈലറ്റായാണ്. എയർഫോഴ്സിലായിരുന്നു. വിംഗ് കമാൻഡർ എന്ന തസ്തികയിലാണ് ജോലി ചെയ്തിരുന്നത്. അതിനുശേഷം പ്രൈവറ്റ് എയർലൈൻസിൽ ജോലി ചെയ്യുമ്പോഴാണ് ഈ ദുരന്തം സംഭവിക്കുന്നത്. കരസേന മേധാവി അടക്കമുള്ള ആൾക്കാർ മരണപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിന് നമുക്ക് എന്തെങ്കിലും ഒരു അന്വേഷണം, അങ്ങനെ ഒരു ആവശ്യം കുടുംബത്തിലുണ്ടോ? തീർച്ചയായിട്ടും ഇതിപ്പോൾ നിരവധി അപകടങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഓരോ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ അന്വേഷണം ഒക്കെ അന്വേഷിച്ച് അതിൻ്റെ യഥാർത്ഥ വസ്തുത കണ്ടെത്തുമെന്നൊക്കെ പറയുന്നെങ്കിലും ഇതുവരെ ഒന്നും തന്നെ എങ്ങും എത്തിയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എങ്ങനെ സംഭവിച്ചു? കാരണം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൈലറ്റിന് അങ്ങനെ ഒരു എറർ സംഭവിച്ചതാണോ, അതല്ലാതെ വേറെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് അന്വേഷിച്ച് പ്രാഥമികമായിട്ട് പറയുന്നത് എന്താണ്? ഈ കാഴ്ച നഷ്ടപ്പെട്ടു, ഹെലികോപ്റ്ററിൻ്റെ കൺട്രോൾ പോയി അപകടം സംഭവിച്ചു എന്നാണ് പറയുന്നത്. കാരണം മേഘങ്ങൾ മൂടി എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ഭാര്യ മരിച്ചതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അതായത് ആ ഒരു മനുഷ്യനെ കൂടി നഷ്ടമായിരിക്കുന്നത്. 30 വർഷം എക്സ്പീരിയൻസ് ഉള്ള വ്യോമസേനയിൽ വിംഗ് കമാൻഡറായി വിരമിച്ച ശേഷം ഒരു സ്വകാര്യ ഹെലികോപ്റ്റർ കമ്പനിയിൽ പൈലറ്റായി ജോലി ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് തന്നെയായാലും ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ളൊരു അന്വേഷണം ആവശ്യമാണ്. അത് സംബന്ധിച്ചൊരു കുടുംബത്തിന് ഉള്ള ആശങ്ക എങ്ങനെയാണ് ഈ മരണം സംബന്ധിച്ചുള്ള ഒരു സംശയത്തിന് ആ സംശയ ദൂരീകരണം വരുത്തണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ഷാനാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.